അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള ഉസ്താദുമാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, മക്കയിലെ പ്രമുഖ ചന്തയായ ഉക്കായ് ചന്തയായ രംഗം എങ്ങും ശബ്ദകോലാഹലം. വിവിധ ദേശങ്ങളിൽ നിന്ന് കാഫിലുകൾ വ്യാപാരത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ വസ്തുക്കൾ വ്യാപാരത്തിന് നിരത്തി വെച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് അടിമകച്ചവടം തകർത്തിയായി നടക്കുന്നു. അടിമകച്ചവടം എങ്ങും സാധാരണമാണ്. ഔഷകർ തനിക്ക് ഇഷ്ടമുള്ള അടിമകളെ വില കൊടുത്ത് വാങ്ങിക്കുകയും അവരെ കൊണ്ട് കഠിനമുള്ള ജോലി എടുപ്പിക്കുകയോ അടിക്കുകയോ കൊല്ലുകയോ എന്തുമാകാം, ആരും ചോദ്യം ചെയ്യില്ല. 400 ദിർഹം അടിമക്കച്ചവടക്കാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. 8 വയസ്സുള്ള ഒരു കൊച്ചു ബാലനായിരുന്നു അദ്ദേഹം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. 400 ദിർഹമിന് ആ കൊച്ചു ബാലൻ വിൽക്കപ്പെട്ടു. മക്കയിലെ സമ്പന്ന റാണിയായ ഖദീജയ്ക്ക് വേണ്ടി തൻ്റെ സഹോദര പുത്രനെയായിരുന്നു കുട്ടിയെ വാങ്ങിച്ചത്. സെയ്ദ്, അതായിരുന്നു അവൻ്റെ പേര്. സെയ്ദും അവൻ്റെ മാതാവും ബന്ധു വീട്ടിലേക്ക് പോകുന്നവേ വഴിയിൽ വെച്ച് ബനു കൈം ഗോത്രക്കാരെ കണ്ടുമുട്ടി. അക്രമകാരികളായവർ സെയ്ദിൻ്റെ മാതാവിൻ്റെ കയ്യിൽ നിന്ന് അവനെ തട്ടിയെടുക്കുകയും ഊക്കാത്തിലെ അടിമക്കൊമ്പളത്തിൽ കൊണ്ട് വിൽക്കുകയായിരുന്നു. ഇതിനിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ തൻ്റെ അടിമ ബാലനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായി നൽകുകയും സെയ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനായി തീരുകയും ചെയ്തു. കാലം കടന്നുപോയി. ഒരു ഹജ്ജ് വേള ബനു കുലൈബ് ഗോത്രത്തിലെ സംഘം സെയ്ദിനെ കണ്ടുമുട്ടുകയും തങ്ങളുടെ കൂട്ടുകാരൻ ഹാരിസയുടെ പുത്രനാണെന്ന് തിരിച്ചറിയുകയും നാട്ടിൽ വിവരം അറിയിക്കുകയും ചെയ്തു. വാർത്ത എങ്ങും പകർന്നു. സെയ്ദിൻ്റെ കുടുംബം ആഹളത്തിൽ ആറാടി. എന്നേക്കുമായി നെറ്റിപ്പെടുമെന്ന് കരുതിയ തങ്ങളുടെ പൊന്നുമോനെ തിരിച്ചു കിട്ടാൻ പോകുന്നു. അധികം താമസിച്ചില്ല. സെയ്ദിൻ്റെ പിതാവ് തൻ്റെ സഹോദരനെയും കൂട്ടി ഉടൻ മക്കയിലെത്തി. എവിടെയാണ് മുഹമ്മദ്? അദ്ദേഹം ആളോട് അന്വേഷിച്ചു. ആര്? അൽ അമീനോ? പള്ളിയിൽ കാണാം, അവർ മറുപടി പറഞ്ഞു. ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി അന്വേഷിച്ച് വിശുദ്ധ ഹറമിലെത്തി. ഓ മക്കയിലെ നേതാവിൻ്റെ മകനെ, ഞാൻ എൻ്റെ മകനും കാണാൻ ഉണർത്താനാണ് ഇങ്ങോട്ട് വന്നത്. അവന് എനിക്ക് വിട്ടുതരണം. ദയവ് ചെയ്ത് വിലക്ക് കൽപ്പിക്കരുത്. ഞാൻ തങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യാം. ആരെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്? അവിടുന്ന് ചോദിച്ചു. താങ്കളുടെ അടിമപാലനായ സെയ്ദ് ബിനു ഹാരിസയെ കുറിച്ചാണ് പറയുന്നത്. സെയ്ദിനെ ഉടൻ ഹാജരാക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സെയ്ദിന് നിങ്ങളോടൊപ്പം വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സെയ്ദേ, നിനക്ക് ഇവരെ അറിയാമോ? അറിയാം, ഇത് എൻ്റെ പിതാവും പ്രത്യക്ഷ സഹോദരനുമാണ്. സെയ്ദ് മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെക്കുറിച്ച് നീ അറിവുള്ളവനാണ്. എൻ്റെ സമുദായത്തെക്കുറിച്ച് നിശ്ചയമായും നീ അറിവുള്ളവനാണ്. നിൻ്റെ പിതാവും പ്രത്യക്ഷ സഹോദരനുമാണ്. നീ തന്നെ തിരഞ്ഞെടുക്കുക. നിനക്ക് നിൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിലേക്ക് പോകാം. അതല്ല, എൻ്റെ കൂടെ നിൽക്കാനാണ് ഇഷ്ടമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യാം. എന്ത് നിരൂപമായി ചോദിക്കാം. ആളുകൾ ആകാംക്ഷഭരിതരായി. ഏവരെയും അമ്പരിച്ചിപ്പിച്ചുകൊണ്ട് സെയ്ദ് പറഞ്ഞു, ഞാൻ താങ്കളെ അല്ലാതെ മറ്റാരെയും തിരഞ്ഞെടുക്കുകയില്ല. ഞാൻ താങ്കളെ ഉപേക്ഷിച്ച് എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുമില്ല. സെയ്ദിൻ്റെ പിതാവിന് നിയന്ത്രിക്കാനായില്ലേ? സെയ്ദേ, നിനക്ക് നാശം. നീ സ്വാതന്ത്ര്യത്തെക്കാൾ അടിമത്തത്തെയാണ് അല്ലേ സ്നേഹിക്കുന്നത്? നീ നിൻ്റെ കുടുംബത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ? ഞാൻ നിങ്ങളോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവരെ അല്ലാതെ മറ്റാരെയും തിരഞ്ഞെടുക്കുകയുമില്ല. സെയ്ദ് പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുമോനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും അവിടെ കൂടിയിരുന്ന ആളോട് പ്രഖ്യാപിച്ചു, ജനങ്ങളെ, നിങ്ങൾ സാക്ഷികളാകുക. ഞാൻ അവനും അവൻ എനിക്കും അവകാശപ്പെട്ടിരിക്കുന്നു. സെയ്ദിൻ്റെ പിതാവിൻ്റെ മുഖത്ത് സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിഞ്ഞു. സെയ്ദിൻ്റെ പിതാവ് ആത്മസന്തോഷത്തോടെ തിരിച്ചു പോവുകയും ചെയ്തു. ഓ കൂട്ടുകാരെ, അടിമയായ ഒരു കുഞ്ഞുവാലനെ പോലും സന്തോഷത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ നിർമ്മിക്കാൻ കഴിഞ്ഞുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു മാതൃകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.